ചാനൽ. എല്ലാവർക്കും സുഖാണല്ലോ അല്ലേ? ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഗീ റൈസിന്റെയും മട്ടൻ കറിയുടെയും റെസിപ്പിയുമായിട്ടാണ്. ഇതെല്ലാവർക്കും ഇഷ്ടമുള്ള റെസിപ്പി ആയിരിക്കും. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാനും പറ്റും. ഇതെല്ലാവർക്കും അറിയാവുന്ന റെസിപ്പിയുമായിരിക്കും. എന്നാലും അറിയാത്തവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് ഇപ്പം ഞാൻ ഈ റെസിപ്പി ഷെയർ ചെയ്യുന്നത്. എല്ലാവരും ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കണേ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ വരുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യണേ. മാത്രമല്ല ചാനലിലെ പുതിയ അപ്ഡേഷനുകൾ ഉടനെ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കാനും വേണ്ടി തുടർന്ന് വരുന്ന ബെല്ലൈക്കണും പിന്നെ ഓൾ എന്ന ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്യണേ. അപ്പോൾ നമുക്ക് നമ്മുടെ റെസിപ്പിയിലേക്ക് പോവാം. ആദ്യം നമുക്ക് നെയ്ച്ചോറ് റെഡിയാക്കാം. ഇതിനായിട്ട് ഞാനിപ്പോൾ ഒരു പാനിൽ 2 ടേബിൾ സ്പൂണോളം നെയ്യാണ് ചേർക്കുന്നത്. ഇനി ഈ നെയ്യൊന്ന് നന്നായിട്ട് മെൽറ്റായി വരട്ടെ. ഇപ്പോൾ നെയ്യ് നല്ലപോലെ ഉരുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 4 ചതച്ച ഏലക്കായ, 2 കഷ്ണം പട്ട ഇവ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇവയെ എണ്ണയിലൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഇതൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന 2 സവാള ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 2 ചെറിയ സവാളയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. വലുതാണെങ്കിൽ 1 മതി. ഇനി സവാളയെ നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. സവാള നല്ലപോലെ സോഫ്റ്റായി വരണം. ഗോൾഡൻ ബ്രൗൺ കളറായി വരുമൊന്നും വേണ്ട, ഒന്ന് സോഫ്റ്റായി വന്നാൽ മാത്രം മതി. ഇപ്പോൾ സവാള നല്ലപോലെ സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഒരു ക്യാരറ്റിനെ ചെറുതായി കട്ട് ചെയ്തതും കൂടെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിനെയും കൂടെ ജസ്റ്റ് 1 മിനിറ്റ് ഒന്ന് ഇതിലിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് റൈസ് കുക്ക് ചെയ്യാനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം. നമ്മൾ എടുക്കുന്ന അരിയുടെ ഇരട്ടി വെള്ളമാണ് വേണ്ടത്. ഞാനിപ്പോൾ 1 കിലോ അതായത് 4 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് 8 കപ്പ് വെള്ളമാണ് ഇപ്പോൾ ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നമുക്ക് റൈസിലേക്ക് ആവശ്യമായ ഉപ്പിട്ട് കൊടുക്കണം. ഈ വെള്ളത്തിൽ ഉപ്പിൻ്റെ ടേസ്റ്റ് എടുത്ത് നിൽക്കണം, എന്നാലേ നമ്മുടെ റൈസ് വെന്ത് വരുമ്പോൾ ആവശ്യത്തിന് ഉപ്പ് ഉണ്ടാവുകയുള്ളൂ. ഉപ്പിനെ ഇതിലേക്ക് നല്ലപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിനെ അടച്ചു വെക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ഇപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് റൈസ് ഇട്ട് കൊടുക്കണം. ഞാനിപ്പോൾ 4 കപ്പ് ബസ്മതി റൈസാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇതിനെ നല്ലപോലെ കഴുകി വൃത്തിയാക്കിയിട്ട് അരമണിക്കൂർ വെള്ളത്തിലൊന്ന് കുതിർത്തിയെടുത്തതാണ്. എന്നിട്ട് വെള്ളത്തിൽ നിന്ന് വാർത്തെടുത്ത് വെച്ചതാണ് ഇപ്പോൾ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതും കൂടെ നല്ലപോലെ ഒന്ന് ഇളക്കി ഇതിലേക്ക് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതിനെ നമുക്ക് വീണ്ടും അടച്ചു വെക്കാം. ഒന്നും കൂടെ ഒന്ന് നന്നായിട്ട് തിളച്ച് വരട്ടെ. ഇപ്പോൾ ഇത് ജസ്റ്റ് തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിനെ നല്ലപോലെ ഒന്ന് നമുക്ക് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഇതിനെ അടച്ചു വെച്ചിട്ട് ലോ സ്പീഡിലിട്ട് നമുക്കൊരു 10 മിനിറ്റോളം കുക്ക് ചെയ്തെടുക്കാം. അപ്പോക്കിനെ വെള്ളമൊക്കെ ഇതിൽ വറ്റി നമ്മുടെ റൈസ് നല്ലപോലെ കുക്കായി വന്നിട്ടുണ്ടാവും. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞ് റൈസൊക്കെ നല്ലപോലെ കുക്കായി വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇനി നിങ്ങളത് 10 മിനിറ്റ് കൊണ്ട് കുക്കായിട്ടില്ല ഉണ്ടെങ്കിൽ വെള്ളം വറ്റുന്നത് വരെ ലോ സ്പീഡിലിട്ട് വെക്കുക. കണ്ടോ, ഇപ്പോൾ നമ്മുടെ റൈസ് നല്ലപോലെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അല്പം കാഷ്യൂ നട്ട്സും റൈസിൻസും ഒന്ന് ഫ്രൈ ചെയ്തിടാം. ഞാനിപ്പോൾ നെയ്യിലാണ് ഇതിനെ ഫ്രൈ ചെയ്യുന്നത്. ആദ്യം നമുക്ക് കാഷ്യൂ നട്ട്സ് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അതിനുശേഷം വേണം നമുക്ക് ഇതിലേക്ക് റൈസിൻസ് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ. രണ്ടും കൂടെ ഒരുമിച്ചിട്ടാൽ നമ്മുടെ കാഷ്യൂ നട്ട്സ് ഫ്രൈ ആയി വരില്ല, റൈസിൻസ് ആണെങ്കിൽ കരിഞ്ഞു പോവുകയും ചെയ്യും. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ചോറിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിതിനെ മാറ്റി വെച്ചിട്ട് ഇതിലേക്ക് വേണ്ട മട്ടൻ കറി റെഡിയാക്കി എടുക്കാം. ഞാനിപ്പോൾ കുക്കറിലാണ് തയ്യാറാക്കുന്നത്. ഇതിനായിട്ട് ഞാനിപ്പോൾ 1/2 കിലോ മട്ടൻ എടുത്തിട്ടുണ്ട്. ഇതിനെ കുക്കറിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇത് കുക്ക് ചെയ്യാനും വേണ്ടി മാത്രമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. നമ്മുടെ മട്ടൻ്റെ ഒപ്പം നിൽക്കുന്ന ലെവലിൽ മതി വെള്ളം. പിന്നെ ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം.
പിന്നെ ഈ മട്ടനിലേക്ക് വേണ്ട ഉപ്പ് ഇട്ട് കൊടുക്കണം. ഉപ്പ് കൂടി പോവേണ്ട, കാരണം മട്ടൻ കൂടുതലും എല്ലായതുകൊണ്ട് ഉപ്പ് കൂടി പോവാനായിട്ട് ചാൻസ് ഉണ്ട്. ഇനി നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് ഒരു 8 വിസിൽ വരുന്നത് വരെ ഇതിനെ ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. ഇപ്പോൾ 8 വിസിൽ കഴിഞ്ഞ് ആവിയൊക്കെ നല്ലപോലെ പോയതിന് ശേഷം ഞാൻ കുക്കർ തുറന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് വേണ്ട ഗ്രേവി തയ്യാറാക്കി എടുക്കണം. ഇതിനായിട്ട് ഇപ്പോൾ ഞാനൊരു പാൻ എടുത്ത് സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാനിപ്പോൾ ഒരു 3 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇപ്പോൾ ഞാൻ 3 വലിയ സവാള ചെറുതായി കട്ട് ചെയ്തതും 3-4 പച്ചമുളക് കട്ട് ചെയ്തതും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. സവാള പെട്ടെന്ന് തന്നെ സോഫ്റ്റായി വരാനും വേണ്ടിയിട്ട് ഞാനൊരല്പം ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് ഇളക്കിയിട്ട് സവാള നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്ക് വഴറ്റിയെടുക്കാം. നമുക്കിതിൻ്റെ കൂടെ തന്നെ ഒരു തണ്ടോളം കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് ഇതിനെ നല്ല പോലെ ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ സവാള നല്ലപോലെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തക്കാളിയാണ് ചേർക്കേണ്ടത്. ഞാനിപ്പോൾ 3 തക്കാളി ചെറുതായി കട്ട് ചെയ്തെടുത്തത് ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി തക്കാളിയും കൂടെ നല്ലപോലെ ഇളക്കിയെടുത്തിട്ട് നമുക്ക് തക്കാളിയും നല്ലപോലെ സോഫ്റ്റായി ഇതിൽ നല്ലപോലെ അലിയിച്ചെടുക്കണം. ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 5 മിനിറ്റ് ഇതിനെ അടച്ചു വെച്ച് കഴിഞ്ഞാൽ തക്കാളി നല്ലപോലെ സോഫ്റ്റായി വരും. ഇപ്പോൾ തക്കാളി നല്ലപോലെ സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇതിൽ കഷ്ണങ്ങളായിട്ട് കിടക്കുന്നുണ്ടെങ്കിൽ കുത്തി ഉടച്ചു കൊടുക്കണം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് 1 ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി, അതുപോലെ 1/2 ടീസ്പൂൺ വലിയ ജീരകം, ഇവ കൂടെ ചേർത്തിട്ട് അരച്ചെടുത്ത പേസ്റ്റാണ്. ഇനി ഇതും കൂടെ ഇതിലേക്ക് നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്യുക. ഇതിൻ്റെ പച്ചമണം ഒന്ന് പോകാൻ വേണ്ടിയിട്ട് ഇതുപോലെ തന്നെ ജസ്റ്റ് 1 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്കിതിലേക്ക് മസാലപ്പൊടികൾ ചേർക്കാം. ഞാനിപ്പോൾ 2.5 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർക്കാം. പിന്നെ ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള മുളക് പൊടി ചേർക്കാം. ഞാനിപ്പോൾ 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് കേട്ടോ ഇതിലേക്ക് ചേർത്തിട്ടുള്ളത്. പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡറും കൂടെ ചേർക്കുന്നുണ്ട്. ഇനി ഈ മസാലപ്പൊടികളുടെ പച്ചമണം ഒന്ന് പോവാനും വേണ്ടിയിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് 1 മിനിറ്റ് ഒന്ന് ഇതുപോലെ ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന മട്ടനും അത് വേവിക്കാനായിട്ട് ഉപയോഗിച്ച വെള്ളവും ഒരുമിച്ച് ഈ പാനിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർക്കാം. ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ മട്ടൻ വേവിക്കുമ്പോൾ ഓൾറെഡി ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. ഇനി ഉപ്പിനെയും കൂടെ നല്ലപോലെ ഒന്ന് ഇതിലേക്ക് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്കിതിനെ അടച്ചു വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ഇതൊന്ന് തിക്കായി വരുന്നത് വരെ കുക്ക് ചെയ്യുക. മട്ടനൊക്കെ ഓൾറെഡി വെന്തതാണ്, അതുകൊണ്ട് 10 മിനിറ്റ് മതി. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞ് നമ്മുടെ ഈ മട്ടൻ കറിയൊക്കെ തിക്കായി എണ്ണയൊക്കെ മുകളിൽ നല്ല പോലെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്നും കൂടെ ഒന്ന് ഇതെല്ലാം നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അങ്ങനെ ഇപ്പോൾ നമ്മുടെ മട്ടൻ കറിയും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതിനെ സെർവ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ടേസ്റ്റി നെയ്ച്ചോറും മട്ടൻ കറിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാം. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ അല്ലേ? ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ വരുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യണേ. മാത്രമല്ല ചാനലിലെ പുതിയ അപ്ഡേഷനുകൾ ഉടനെ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കാൻ വേണ്ടി തുടർന്ന് വരുന്ന ബെല്ലൈക്കണും അതിനുശേഷം വരുന്ന ഓൾ എന്ന ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീണ്ടും ഒരു പുതിയ റെസിപ്പിയുമായിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.